ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വചനമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർ തൃപ്തരാകും. വാസ്തവത്തിൽ ഇത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ഇത് ആത്മീയർക്ക് മാത്രം മനസ്സിലാക്കുന്ന ഒരു ദൈവിക സത്യമാണ്. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്നു. സ്വർഗരാജ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു ക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞ ഒരു സന്ദേശം മറന്നു പോകരുത്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം. വിശ്വാസത്തിൽ നാം വർദ്ധിച്ചു വരണം. യേശു ക്രിസ്തു എന്നുള്ള ആ ദൈവിക മഹത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. അതുകൊണ്ട് യേശു ക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ് ദൈവിക ജ്ഞാനം പ്രസ്താവിക്കുമ്പോൾ അത് സ്വർഗരാജ്യത്തിന്റെ വിശാലമായ ഒരു ദർശനമാണ് യേശു ക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക, ഈ ലോകത്തിൽ നമ്മൾ ഒന്നും ജീവിക്കാനുള്ളവരല്ല. ഇന്നല്ല നാളെ ഈ ലോകത്തിൽ നമ്മൾ മാറ്റപ്പെടും. പക്ഷേ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം, സത്യവചനം, അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. അത് നമ്മുടെ ആത്മാവിനെ സുരക്ഷിതത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. പിതാവേ, ദൈവത്തിന്റെ വചനത്താൽ എന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ. പിതാവേ, ദൈവത്തിന്റെ വചനത്താൽ എന്നെ വീണ്ടും ജീവിപ്പിക്കണമേ. ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത്, നിർമൂലമായിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് എന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുവാൻ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നു എന്ന് ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കണം. ഉയർത്തി അരമണിക്കൂർ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും ഒരു മാറ്റവും കൂടെ സംഭവിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് മാറ്റം, ദൈവം സഹായകനായി മാറണം. ദൈവം നമുക്ക് സഹായകനായി മാറിയാലേ നമ്മുടെ ഹൃദയത്തിന് മാറ്റം ഉണ്ടാക്കിക്കൊള്ളൂ, മനസ്സിനകത്ത് മാറ്റം ഉണ്ടാക്കിക്കൊള്ളൂ. ഇവിടെ പരിവർത്തനം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർ തൃപ്തരാകും. ഇതിനകത്തെ ആത്മീയ സത്യം ദൈവമക്കൾ മനസ്സിലാക്കണം. ദൈവത്തിന് വേണ്ടി നാം കൂടുതൽ വിശക്കുന്നവരായി മാറണം. എന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ദൈവത്തിന് വേണ്ടി നാം കൂടുതൽ വിശക്കുന്നുവോ അത്ര അധികം ദൈവം നമ്മെ നിറയ്ക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണുന്ന വചനം ഇതാണ്: നീതിക്ക് വേണ്ടി വിശക്കുക, നീതിക്ക് വേണ്ടി ദാഹിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം വചനം പറയുന്നു, അവൻ ഭാഗ്യവാൻ. അവനിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അനുഗ്രഹമുണ്ടാകും, അവൻ തൃപ്തനാകും. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇത് വാസ്തവത്തിൽ വിശപ്പിലേക്ക് നയിക്കുന്നു, ദാഹത്തിലേക്ക് നയിക്കുന്നു. ആഗ്രഹത്തിന്റെയും നിറയ്ക്കലിന്റെയും ഒരു അനുഭവത്തിലേക്ക് ഇത് മാറുകയാണ്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ആവർത്തന പദമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ദിവസം കൊണ്ട് ഭൗതികമായി നിൽക്കുന്ന നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ തൃപ്തരായിരിക്കുമ്പോൾ അടുത്ത ഒരു നേരം കഴിയുമ്പോൾ പിന്നെയും നമുക്ക് വിശപ്പുണ്ടാകും, പിന്നെയും നമുക്ക് ദാഹമുണ്ടാകും. ഒരു ദിവസം കൊണ്ട് നമ്മുടെ ഭക്ഷണക്രമം കൊണ്ട് തൃപ്തമാകുന്നില്ല. അടുത്ത ഒരു ദിവസത്തിലേക്ക് പിന്നെയും ഭക്ഷണത്തിലേക്ക് നാം ദാഹിക്കുകയാണ്, ആഹാരത്തിന് വേണ്ടി വിശക്കുകയാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, ഇതൊരു ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ ഒരു ദിവ്യ ചക്രമാണ് എന്ന് ഈ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകും. ഹല്ലേലൂയ. ഇതിന് ഗ്രീക്കിലുള്ള ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ മക്കാരിയോ എന്ന് പറയുന്ന അനുഗ്രഹീത അല്ലെങ്കിൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം, ദൈവവുമായി ശരിയായ രീതിയിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ആത്മീക സന്തോഷമാണ്, സംതൃപ്തിയാണ് ഈ ഭാഗ്യവാന്മാർ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ തിരുവെഴുത്ത് പറയുന്നു വിശപ്പ്, പീനിയോണീസ് എന്നൊരു പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അതിയായ ആഗ്രഹം, ലഘു ഭക്ഷണമല്ല, മറിച്ച് വിശപ്പ് എന്നൊരർത്ഥമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: ദാഹം, ഡൈലോൺ. എന്താണ് ഡൈലോൺ? തീവ്രമായ ഒരു വരൾച്ച, ആത്മാവിൽ നിന്ന് വരണ്ടുണങ്ങിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ മാർമിക വശമുണ്ട്. കാരണം ആത്മാവ് ദാഹിക്കുന്നു,
ആത്മാവ് വരണ്ട നിലത്ത് നിൽക്കുമ്പോൾ ദാഹം കൊണ്ട് നിറയുകയാണ്. ദാഹിക്കുവാൻ വേണ്ടി വെമ്പല് കൊള്ളുകയാണ്. അതാണ് ഇവിടെ പറയുന്ന ഡയലോഗ്. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേൾക്കുക. ദിഗ്യോയുസിനീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീതി. അത് ധാർമ്മികത മാത്രമല്ല, ദൈവവുമായിട്ടുള്ള ഒരു ശരിയായ ബന്ധം, നീതി, വിശുദ്ധി, ദൈവഹിതം ചെയ്യപ്പെടൽ, ഇതൊക്കെ സംക്ഷിപ്തമായിരിക്കുന്ന ഒരു രൂപഘടകമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ആത്മാവിൽ ഇന്ന് രാത്രി കേൾക്കുക, പരിശുദ്ധാത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നീതിക്ക് വേണ്ടി വിശക്കുന്നവൻ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ തൃപ്തരാകുമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. യേശു ഇവിടെ സംസാരിക്കുന്നത് യാദൃശികമായ ഒരു താല്പര്യത്തെ കുറിച്ചല്ല പ്രിയരെ. അതായത് നിലനിൽക്കുന്ന ഒരു കാര്യം, ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ നീതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ലോകത്തിലും സാക്ഷാത്കരിക്കപ്പെടുക എന്നുള്ളതാണ്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എന്താണ് നീതി എന്ന് പറയുന്നത്? ഇവിടത്തെ കുറിച്ചുള്ള നീതി സംവിധാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സ്വർഗത്തിലെ കുറിച്ച് സംസാരിക്കുന്നത് ദൈവഹിതം, അത് ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടണം, ലോകത്തിൽ നിറവേറപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കാണപ്പെടുന്ന ഒരു ജീവിതമേ നമുക്കറിയത്തുള്ളൂ, കാണപ്പെടാത്ത ഒരു ജീവിതം നമുക്കറിയത്തില്ല. അപ്പോൾ കാണപ്പെടുന്ന ജീവിതത്തെ മുഴുവൻ ദഹിപ്പിക്കുന്ന ഒരു ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിൽ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്തിലെ അഭിലാഷങ്ങൾ, നമ്മുടെ ആത്മാവിൽ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്തിലെ താല്പര്യങ്ങൾ, നമ്മുടെ ആത്മാവിൽ വർദ്ധിച്ചു വരുന്ന ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾ, ഇത് ദഹിപ്പിച്ചു കളയുന്ന ഒരു നീതിയാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീതിക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ദാഹമുണ്ടാകണം. നീതിക്ക് വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് വിശപ്പുണ്ടാകണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ധാന്യത്തെ കുറിച്ചല്ല പറയുന്നത്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ധാന്യവും ബീജവും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതും അധികം സന്തോഷം. ദൈവമേ, നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ഭൗമികമായ പണത്തെക്കാൾ അപ്പുറത്ത്, കുടുംബ ബന്ധങ്ങളെക്കാൾ അപ്പുറത്ത്, വിദ്യാഭ്യാസത്തെക്കാൾ അപ്പുറത്ത്, സ്ഥാനങ്ങൾക്കാൾ അപ്പുറത്ത് ദൈവത്താൽ നിറയപ്പെടുന്ന ഒരു നീതിയുണ്ട്, ദൈവത്താൽ നിറയപ്പെടുന്ന ഒരു സന്തോഷമുണ്ട്, ദൈവത്താൽ നിറയപ്പെടുന്ന ഒരു സമാധാനമുണ്ട്. അത് നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ് ആര് പറയുന്നത്? ദാവീദ് പറയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഹൃദയത്തിൽ സ്ഥിരപ്പെടേണ്ടുന്നത് ദൈവത്താലുള്ള ഒരു സമാധാനമാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞാണ്, നമുക്ക് ഹൃദയത്തിൽ സ്ഥിരപ്പെടേണ്ടത് എന്താണ്? ദൈവത്താലുള്ള സമാധാനമാണ്, ദൈവത്താലുള്ള സന്തോഷമാണ്, ദൈവത്താലുള്ള ഒരു അനുഗ്രഹമാണ് നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. വാസ്തവത്തിൽ അന്നത്തെ കാലം എന്ന് പറയുന്നത് യേശുവിന്റെ കാലത്ത് നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അന്ന് അവിടെ ഭക്ഷണവും വെള്ളവും അത്ര എളുപ്പമായി സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല. അവിടെയുള്ള ജനത്തിന് അപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. എന്താണ് വിശപ്പ്, എന്താണ് ദാഹമെന്ന് അവിടെയുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. കാരണം അവർക്ക് ദൈനംദിന ജീവിതത്തിൽ ആഹാരം കഴിക്കാൻ അവർക്ക് വളരെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് നേരിടുന്നു, ദാഹത്തിന് അവർ ബുദ്ധിമുട്ട് നേരിടുന്നു, വെള്ളം കിട്ടാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനുഭവമുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകും ദാഹം എന്താണെന്നും വിശപ്പ് എന്താണെന്നും അന്നുള്ള ആളുകൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ പറയുന്നു, നീതിക്ക് വേണ്ടി വിശക്കണം, നീതിക്ക് വേണ്ടി ദാഹിക്കണം. അങ്ങനെ നാം ചെയ്തു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്താൽ നാം തൃപ്തരാകുമെന്ന് പറയുവാനിടയായി. ഈ ലോകത്തിലെ നീതിയെ കുറിച്ചല്ല. ഓക്കെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, തോറയെ കുറിച്ച്, അതായത് ന്യായപ്രമാണത്തെ കുറിച്ച് ഒരു ചിന്ത ഉണ്ടായിരിക്കട്ടെ, ന്യായപ്രമാണത്തോടുള്ള അനുസരണം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിനോടുള്ള ദൈവത്താലുള്ള ഒരു അനുസരണം സകല ജനത്തിനും നിറവേറപ്പെടുവാൻ ഇവിടെ ദൈവം, നീതിമാനായ ദൈവം യേശു ക്രിസ്തുവിലൂടെ നീതിയെ പ്രസംഗിക്കുകയാണ്. ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നാം തിരിച്ചറിയണം, ഇവിടെ നമുക്ക് ആവശ്യം ദൈവഗീതമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവത്താലുള്ള ഒരു പരിവർത്തനമാണ്. അത് ആഴത്തിലുണ്ടായിരിക്കണം, ആന്തരികമായ ഒരു താല്പര്യം ഉണ്ടാകണമെന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. ഹലോ,
അതുകൊണ്ട് കേവലം ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നാം ദൈവത്താൽ നിറയപ്പെട്ട ഒരു തികച്ചും ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു ദൈവിക മനുഷ്യനായി മാറപ്പെടണം. ദൈവത്താലുള്ള ഒരു നീതി നിർവഹിക്കുന്ന ഒരു ആത്യന്തികമായ സുതാര്യത നിറഞ്ഞ സത്യസന്ധത നിറഞ്ഞ ഒരു ആത്മീകനായി മാറണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് രാത്രി സ്വാഗതം ചെയ്യുകയാണ്. യെശയ്യാപുസ്തകത്തിൽ 55-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വചനങ്ങൾ വായിക്കുന്നവർക്കറിയാം, ദാഹിക്കുന്നവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീ. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കുന്ന സത്യം ഇതാണ്, തൃപ്തിപ്പെടാത്ത ഒന്നിനു വേണ്ടി നിങ്ങൾ ഇത്രമാത്രം അധ്വാനിക്കുന്നതും മെഹനത്ത് ചെയ്യുന്നതും എന്ത്? അതുകൊണ്ട് ദൈവത്തിൽ മാത്രമേ സംതൃപ്തിയുള്ളൂ എന്ന് ഇവിടെ സംസാരിക്കുകയാണ്. കോടികളുടെ ആസ്തി നമുക്കുണ്ടെങ്കിലും ദൈവത്താലുള്ള സമാധാനമില്ലെങ്കിൽ ഈ ആസ്തി കൊണ്ട്, ഈ സമ്പത്ത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? എത്രയോ സമ്പന്നന്മാർ ആത്മഹത്യ ചെയ്യുന്നു, എത്രയോ സൗന്ദര്യമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു, എത്രയോ ആരോഗ്യമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നു. കാരണം അവർ ലോകത്തിനു വേണ്ടി ദാഹമുള്ളവരായി മാറിയവരാണ്. ലോകത്തിനു വേണ്ടി അവർ വലിയധികം അധ്വാനിച്ചവരാണ്. പക്ഷെ ലോകത്തിനു വേണ്ടി അധ്വാനിച്ചത് കൊണ്ട്, ദാഹിച്ചത് കൊണ്ട് അവർക്ക് കിട്ടിയ തൃപ്തി എന്താണ്? സമാധാനമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി ദാഹിക്കുവീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം പഠിക്കുമ്പോൾ 107:9 എന്താണ് പറയുന്നത്? അവൻ ദാഹിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്നു. വിശക്കുന്നവനെ നന്മകൾ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? നിറയ്ക്കുന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ എന്നെ ഒന്ന് തൃപ്തിപ്പെടുത്തണമേ, എന്റെ മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്തണമേ, എന്റെ ആത്മാവിനെ ഒന്ന് തൃപ്തിപ്പെടുത്തണമേ. കുടുംബം എന്റെ കൂടെയുണ്ട്, ജോലി എന്റെ കൂടെയുണ്ട്, സമ്പത്ത് എന്റെ കൂടെയുണ്ട്. പക്ഷേ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവിക സമാധാനം എനിക്ക് ആവശ്യമാണ്, ദൈവത്തിലുള്ള സന്തോഷം എനിക്ക് ആവശ്യമാണ്, ദൈവത്തിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ 42:1 മുതൽ 2 വരെ കൊണ്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്: മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിനക്കായി കാംക്ഷിക്കുന്നു. ഈ ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മാവ് ദാഹിക്കുന്ന ആത്മാവായിരിക്കണം. എന്തിനേക്കുള്ള ദാഹം? ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടാനുള്ള ദാഹം. എന്തിനേക്കുള്ള വിശപ്പ്? ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടാനുള്ള ഒരു വിശപ്പ് നമുക്കുണ്ടാകണം. കാര്യങ്ങളുണ്ട് ഒരിക്കൽ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. അതുകൊണ്ട് ദാഹിക്കുന്ന ഏവരും വരുവീൻ, എന്റെ വാക്ക് കേട്ട് നന്മ പ്രാപിപ്പീ. അതുകൊണ്ട് ആത്മീയമായി തരിശായി കിടക്കുന്ന ഒരു ലോകത്ത് സത്യത്തിനും നീതിക്കും ദൈവ സാന്നിധ്യത്തിനും വേണ്ടിയുള്ള ഒരു വിശപ്പാണ് ഈ തിരുവായി മൊഴിഞ്ഞ് യേശു വിളിച്ചു പറയുന്നത്. ഇന്ന് ഭൂമിയിൽ എവിടെയുണ്ട് സത്യം? ഇന്ന് ഭൂമിയിൽ എവിടെയുണ്ട് നീതി? എല്ലായിടത്തും അഴിമതിയല്ലയോ നടക്കുന്നത്? എല്ലായിടത്തും കൂട്ടുകുരുതിയല്ല നടക്കുന്നത്? എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ലല്ലോ. അതുകൊണ്ട് ഭൂമി വളരെയധികം നാശത്തിലേക്ക് നീങ്ങുന്നു. ജനത്തിന്റെ സ്വഭാവം വളരെയധികം വൈകല്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരുടെയും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എവിടെ? ഉപ്പിനാൽ രുചി വരുന്നതാണോ? ഒരു വായിൽ നിന്ന് ശാപവും അതുപോലെ തന്നെ അനുഗ്രഹവും പുറപ്പെടുമോ? പ്രിയരെ, ആത്മീകന്റെ അവസ്ഥ തിരിച്ചറിയണം. ആത്മീകൻ നിരാശയുടെ അടിത്തട്ടിലാണോ? ആത്മീകൻ ഹല്ലേലൂയ ലോകം മോഹങ്ങൾക്ക് അധീനതയിലാണോ? ആത്മീകൻ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവോ? പ്രാർത്ഥന ഉണ്ടായിരിക്കും, വചനധ്യാനം ഉണ്ടായിരിക്കും, പക്ഷെ സ്വഭാവത്തിന്റെ രൂപാന്തരം എവിടം വരെ എത്തി? ഇവിടെ ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടണം, സത്യം നിർവഹിക്കപ്പെടണം, നീതി നിർവഹിക്കപ്പെടണം, ദൈവ സാന്നിധ്യം നിർവഹിക്കപ്പെടണം. അതിനു വേണ്ടിയുള്ള ഒരു വിശപ്പ് നമ്മളിൽ ഉണ്ടാകണമെന്ന് യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് നമ്മോട് സംസാരിക്കുന്നു. യോഹന്നാൻ 4:14 എന്താണ് പറയുന്നത്? പ്രിയരെ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും എന്ത് ചെയ്യത്തില്ല, ദാഹിക്കത്തില്ല. ഇത് ആരോട് പറയുന്നതെന്ന് അറിയാമോ? ശമര്യക്കാരി സ്ത്രീയോട് പറയുന്ന പദമാണ്. കാരണം ശമര്യക്കാരി സ്ത്രീ, ഹല്ലേലൂയ, ശമര്യക്കാരി സ്ത്രീയുടെ കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. യേശു ശമര്യ പട്ടണത്തിൽ എത്തുമ്പോൾ ഹല്ലേലൂയ എനിക്ക് കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ, നീ ഒരു യഹൂദനായിരിക്കെ നമ്മെ ശമര്യയിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ത്? നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. ശമര്യം യഹൂദ ശമര്യം യഹൂദ ജനതയോടുള്ള വിടവ് വളരെ വലുതാണ്. അതുകൊണ്ട് എന്റെ അടുക്ക് വന്ന് വെള്ളം ചോദിക്കാൻ നിനക്ക് അർഹതയില്ലെന്നുള്ള കാര്യം അറിയാമോ? പക്ഷെ യേശു പറയുന്നു, ഞാൻ ചോദിക്കുന്ന
നിന്നോട് ചോദിക്കുന്ന വ്യക്തി ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു വിളിച്ചു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 4:4, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പം ദൈവം തരുന്ന വെള്ളം എന്താണ്? ദൈവം തരുന്ന അത്ഭുതം എന്താണ്? അതുകൊണ്ടാണ് യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 7:16, 17 വചനങ്ങൾ, സ്വർഗത്തിൽ ഒരിക്കലും വിശക്കത്തില്ല, സ്വർഗത്തിൽ ഒരിക്കലും ദാഹമുണ്ടാകുകയില്ല. കാരണം അത് ദാഹം ശമിപ്പിക്കുന്ന, വിശപ്പിനെ അകറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെയും അനുഗ്രഹത്തെയും ഇവിടെ വ്യക്തമാക്കുകയാണ്. യേശു ക്രിസ്തു തന്നെ ലോകത്തിൽ വിളിച്ചു പറഞ്ഞൊരു സന്ദേശമുണ്ട്. 6:35 യോഹന്നാന്റെ സുവിശേഷം എന്താണ് പറയുന്നത്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല പ്രിയരെ, വിശക്കുകയില്ല. അപ്പോൾ ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിൽ ദൈവിക അത്ഭുതങ്ങളെ കണ്ടെത്തുകയും ക്രിസ്തുവിന്റെ സ്വഭാവം പകർത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിൽ ഒരിക്കലും ഈ ലോകപരമായ അഭിലാഷങ്ങളെ, വികാരങ്ങളെ, ചിന്തകളെ, സ്വപ്നങ്ങളെ നമ്മൾ നീക്കി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകുമെന്ന് ഈ വചനം നമ്മളെ വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. കാര്യങ്ങൾക്ക് ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഈ ആത്മാവെന്ന് പറയുന്നത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മാവ് ദാഹമുള്ളതായിരിക്കണം, വിശപ്പുള്ളതായിരിക്കണം. എന്തിനെ കുറിച്ച്? പണമുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിശപ്പല്ല. ഹല്ലേലൂയ. ആഡംബരത്തിൽ ജീവിക്കാനുള്ള ഒരു വിശപ്പല്ല. ഈ ലോകത്തിലെ ഹല്ലേലൂയ എന്തോ പറയാ, ഈ ലോകത്തിലെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് ഈ ലോകത്തിലെ മതിമറിഞ്ഞ് ജീവിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ ലോകം ഇന്നല്ല നാളെ ഇവിടെ നശിക്കുന്ന ലോകമാണ്, തീയാൽ നശിപ്പിക്കപ്പെടുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇനി ഈ ഭൂമിയിൽ അങ്ങനെ ഇരിക്കുന്ന ഈ തിരുവെഴുത്ത് പറയുന്നു, ഭൂമിയിൽ നാം നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കരുത്, ഭൂമിയിൽ നമ്മുടെ മനസ്സ് പതിപ്പിക്കരുത്, ഭൂമിയിലേക്ക് നമ്മൾ ദൃഷ്ടി പതിപ്പിക്കരുത്, നമ്മൾ ഉയരത്തിലേക്ക് ദൃഷ്ടി പതിപ്പി. ഉയരത്തിലുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലത ഉള്ളതാണ്, ഉയരത്തിലെ ജ്ഞാനമോ അനുസരണമുള്ളതാണ്, ഉയരത്തിലെ ജ്ഞാനമോ കാപട്യമില്ലാത്തതാണ്. ഉയരത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച് അന്വേഷിപ്പി, ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അന്വേഷിപ്പി. ഇവിടെ ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ രാജ്യം എന്നിലും നിങ്ങളിലും വളരണമെന്നുള്ളതാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ രാജ്യം എന്നിലും നിങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് പടരുവാൻ പകർത്തുവാൻ ഇടയാകണമെന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു, എന്റെ ആത്മാവ് നിനക്കായി എന്ത് ചെയ്യുന്നു, ദാഹിക്കുന്നു എന്ന് പറയുന്നത്. എന്നാൽ രാവിലെ നമ്മൾ അധികാലത്ത് എഴുന്നേറ്റാൽ നമ്മുടെ മൊബൈൽ എന്ത് ചെയ്യുന്ന നമ്മൾ ചോദിക്കുന്നത്, കാരണം ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുന്ന നമ്മൾ ചോദിക്കുന്നത്, രാവിലേക്കുള്ള ബ്രേക്ക് ഫാഷൻ റെഡിയായോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്, കോഫി എന്ത് ചെയ്യുന്ന നമ്മൾ ചോദിക്കുന്നത്. എന്നാൽ ഒരു ഭക്തൻ വിളിച്ചു പറയുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അത് 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ആത്മീകനെ ദൈവം ആഗ്രഹിക്കുന്നു. കുറഞ്ഞൊരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്ന ഒരു ദൈവിക മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ ശാരീരികമായി നമ്മൾ തളരുകയും വൈകാരികമായി തളർന്നു കിടക്കുന്ന ഈ മരുഭൂമിയിൽ ഇവിടെ ദാവീദ് ദാഹിക്കുന്നത് കേവലം വെള്ളത്തിന് വേണ്ടിയല്ല, മറിച്ച് ദൈവത്തിന് വേണ്ടിയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരു ആത്മീയ വിശപ്പ്. ഹല്ലേലൂയ. എന്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു എന്നാ പറയുന്നത്. വിശുദ്ധ കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ധൂർത്തപുത്രന്റെ അനുഭവം അത് തന്നെയാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, എല്ലാം ശൂന്യമായി നിറഞ്ഞപ്പോൾ അവനിലുള്ള ആത്മീയ വിശപ്പ് അവന്റെ ഹൃദയത്തെ തട്ടി ഉണർത്താൻ ഇടയായി. അവൻ പിതാവിന്റെ വീടിനോടുള്ള ഒരു ആത്മീയ വിശപ്പ് അവനിൽ വളരാനിടയായി. ദൈവവചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ശൂന്യതയിൽ നിന്നാണ് ആത്മീയ വിശപ്പുണ്ടാകുന്നത്. എല്ലാ സൗഭാഗ്യമുള്ളവന് ഒരിക്കലും ആത്മീയ വിശപ്പുണ്ടാകത്തില്ല. എല്ലാം ഭദ്രതമാണെന്ന് തോന്നുന്നവന് ആത്മീയ വിശപ്പുണ്ടാകത്തില്ല. ആത്മീയ വിശപ്പ് എവിടെ നിന്ന് ആരംഭിക്കുന്നത്? അങ്ങ് ശൂന്യതയിൽ നിന്നാണ് ആത്മീയ വിശപ്പ് ആരംഭിക്കുന്നത്. ദാഹമുണ്ടാകണം, വിശപ്പുണ്ടാകണം. ഈ ലോകത്തെ കുറിച്ചുള്ള ചിന്തയാകരുത്,
ഈ ലോകത്തെ കുറിച്ചുള്ള വിചാരങ്ങളും സ്വപ്നങ്ങളും ആകരുത് നമ്മുടെ ബിഷപ്പ്. നമ്മുടെ ബിഷപ്പ് ദൈവത്തിന്റെ സ്നേഹവും കൃപയും ഇവിടെ സ്ഥാപിതമാകണം. ശുദ്ധകരങ്ങളിൽ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സഭയിൽ ആമേ യഥാർത്ഥ നീതിയുള്ള ഒരു സഭയായി മാറണം. ദൈവ വചനം പഠിപ്പിക്കുന്ന ഒരു സഭയായി മാറണം. ദൈവ സഭയ്ക്കകത്ത് പവിത്രത വെളിപ്പെടണം. ദൈവ സഭയ്ക്ക് സത്യസന്ധതയുള്ളവർ വെളിപ്പെടണം. ദൈവ സഭയ്ക്ക് അനുകമ്പയും ദയവുള്ളവർ വെളിപ്പെടണം. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം? നമ്മളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. നമുക്ക് സമ്മാനം തരാത്തവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. നമ്മളെ കണ്ടിട്ടില്ലാത്തവർ നമ്മൾ കണ്ടെത്തുവാനിടയാകണം. ജീവിതത്തിൽ നീതി എന്ന് പറയുന്നത് എന്താണ് പ്രിയരെ? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? നമുക്ക് സമ്മാനം തരുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നവരുടെ എന്ത് പ്രയോജനം? ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ഇവിടെ നീതിക്ക് 3 മാനങ്ങളുണ്ട് പ്രിയരെ. 3 തലങ്ങളുണ്ട്. അതായത് 1 റോമാലേഖനം 5-ാം അധ്യായം 1-ാം വചനം പറയുന്നു, ക്രിസ്തുവിലൂടെ നാം നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെടുന്നു. 2 ഹല്ലേലൂയ ഫിലിപ്പിയർ 1:11 പറയുന്നു, നാം നീതിയിൽ വളരണമെന്ന്. 3 ഹല്ലേലൂയ മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, ലോകത്തിൽ നീതി കാണാൻ നാം ആഗ്രഹിക്കണം എന്ന്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നാം ക്രിസ്തുവിലൂടെ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെടണം. ഹല്ലേലൂയ. 2 നാം ദൈവത്തിന്റെ നീതിയിൽ വളരണം. 3 നാം ലോകത്തിൽ നമ്മുടെ നീതി മറ്റുള്ളവർ കാണാനിടയാകണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ലോകം കാണുമ്പോൾ ഇവൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ മകനാണെന്ന് പറയുവാൻ, ഇവൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ മകളാണെന്ന് പറയുവാൻ ലോകത്തിലുള്ള ജനതയ്ക്ക് ഇടയാകണം. ഹല്ലേലൂയ. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആത്മീയ സത്യങ്ങളെ കുറിച്ചായിരിക്കണം. ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആത്മീയമായ സ്വർഗീയ അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കണം. നമ്മളിലൂടെ എത്ര രോഗികൾ സൗഖ്യമാകുന്നുണ്ട്, നമ്മളിലൂടെ എത്ര പേർ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ ഇടയാകുന്നുണ്ട്, നമ്മളിലൂടെ എത്ര പേർക്ക് മാനസാന്തരം സംഭവിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചപ്പോ മുതൽ ക്രിസ്തു വിശ്വാസികളല്ലയോ? പക്ഷെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നമ്മുടെ ഹൃദയത്തോട് ശോധന ചെയ്യണം. ഇന്ന് രാത്രിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനമാകുന്ന മരണം കടന്നു പിടിക്കുന്നതിന് മുമ്പേ ഭൂമിയിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടണം. ക്രിസ്തുവിൽ നമ്മുടെ നീതി വളരണം. നാം ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടണം. ഹലോ, എല്ലാവരും സന്തോഷമാണോ? കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? എന്താണ് നമുക്ക് ആവശ്യമായി വരേണ്ടത്? വേഗം പറഞ്ഞാട്ട് നമുക്ക് എന്താണ് ആവശ്യമായി വരേണ്ടത്? ദൈവത്തിന്റെ ആഗ്രഹം സഫലമാകണം. മാതാപിതാക്കളുടെ ആഗ്രഹം മക്കൾ സഫലമാക്കുന്നുണ്ടല്ലോ എന്ന സ്വർഗീയ പിതാവിന്റെ ആഗ്രഹം സഫലമാക്കണ്ടേ? സ്വർഗീയ പിതാവിന്റെ ഹിതം എന്തെന്ന് നമ്മൾ ആരെങ്കിലും ആരാഞ്ഞ് ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ അപ്പന്റെ ആഗ്രഹം എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊരു ദാഹമുണ്ടോ? നമുക്കൊരു വിശപ്പുണ്ടോ? ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ അതികാലത്ത് എഴുന്നേൽക്കുന്നു, എന്റെ ദൈവത്തിനായി ഞാൻ എഴുന്നേൽക്കുന്നു. എത്രയെത്ര കുടുംബങ്ങൾ ഓരോ ദിവസം തകരുകയാണ്. എത്രയെത്ര ഗ്രാമങ്ങളിലുള്ള പാവങ്ങൾ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അർത്ഥമില്ലാതെ ജീവിക്കുന്നു. എത്രയെത്ര കുടുംബങ്ങൾ ഓരോ നിമിഷം ഇഞ്ചിഞ്ചായി അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കണക്ക് പറയാൻ തയ്യാറാണോ? ഒരു ദിവസം ന്യായവിധി ഉണ്ടാകും. നാം കണക്ക് പറഞ്ഞ മതിയാകുള്ളൂ. നമ്മുടെ സമയം എന്തുമാത്രം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെലവഴിച്ചോ? നമ്മുടെ സമ്പത്ത് എന്തുമാത്രം നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെലവഴിച്ചോ? നമ്മുടെ ജീവിതത്തിന്റെ ഉറപ്പ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ആരംഭം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ വളർച്ച എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഒന്ന് ചിന്തിക്കണം. ക്രിസ്തുവിലാണോ നമ്മുടെ ആത്മീയ വളർച്ച? ക്രിസ്തുവിലാണോ നമ്മുടെ ഉറപ്പ്? ക്രിസ്തുവിലാണോ നമ്മുടെ സ്വഭാവത്തിന്റെ രൂപാന്തരം സംഭവിക്കുന്നത്? ഇവിടെ യേശു കർത്താവ് പറയുന്നു, നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാകേണ്ടത് ക്രിസ്തുവിലുള്ള ഭാവമാണ്. വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. ക്രിസ്തുവിലുള്ള വിജയത്തിനു വേണ്ടി നാം ശീലമുള്ളവരായി മാറണം. അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരായി മാറരുത്. തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവരായി മാറരുത്. ഈ കാലഘട്ടത്തിലെ ദുരന്തം എന്താണ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ?
മനുഷ്യൻ ദ്രവ്യാഗ്രഹികളായി മാറിയിരിക്കുന്നു. മനുഷ്യൻ സ്വസ്നേഹികളായി മാറിയിരിക്കുന്നു. മനുഷ്യൻ കണ്ടെത്തുന്ന മാർഗം എന്തെല്ലാമാണെന്നറിയാമോ? ഈ ലോകത്തില് മനുഷ്യൻ എന്താണ് ചെയ്തു കൂട്ടുന്നത് നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ട് ഇവർക്ക് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു? അവരിൽ അന്ധത കയറി വരാൻ കാരണം എന്താണ്? നമ്മൾ ഭരണകൂടത്തെ കുറ്റം പറയുന്നവരാണ്, നമ്മൾ സമൂഹത്തിലുള്ളവരെ കുറ്റം പറയുന്നവരാണ്, നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പോലും കുറ്റം പറയുന്നവരാണ്. ഒരിക്കൽ നാം ചിന്തിക്കൂ, നമ്മൾ എങ്ങനെയുണ്ട്, നമ്മുടെ ലൈഫ് എങ്ങനെയുണ്ട്, നമ്മുടെ അറിവ്, നമ്മുടെ സ്വഭാവം, നമ്മുടെ അനുഭവം എങ്ങനെയുണ്ട്? ഇത് ദൈവത്തിന് വേണ്ടി വല്ലതും പ്രയോജനപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി എത്ര പേർക്ക് സുവിശേഷ ലേഖനങ്ങൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്? ക്രിസ്തുവിന് വേണ്ടി എത്ര പേര് പാട്ടുകൾ പാടാൻ തയ്യാറായിട്ടുണ്ട്? ക്രിസ്തുവിന് വേണ്ടി എത്ര പേർക്ക് തങ്ങളുടെ ആരോഗ്യം ചെലവഴിച്ചിട്ടുണ്ട്, സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട്? നാം നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? നാട്ടിലും വീട്ടിലും പ്രശസ്തി കിട്ടാൻ വേണ്ടി ഒരുപാട് ഉയർത്തി കാണിക്കുന്ന ഹല്ലേലൂയ പ്രകൃതം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നല്ലതാണോ? ഒന്ന് തിരിച്ചറിയ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നാം ഒരിക്കലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് പലപ്പോഴും ജീവജലമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം കാണിക്കുന്നത്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്നാണ് ശമരിയ സ്ത്രീയോട് പറയുന്നത്. ഞാൻ കൊടുക്കുന്ന വെള്ളം. ഹല്ലേലൂയ. വാസ്തവത്തിൽ ശമരിയക്കാർ സ്ത്രീ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാനിടയായി. അവളുടെ സകല ദാഹം മാറി, അവളുടെ വിശപ്പ് മാറി. അവൾ ശമരിയ പട്ടണത്തെ മുഴുവനും സുവിശേഷീകരിച്ചു എന്നുള്ളതാണ് തിരുവെടുത്ത് പറയുന്നത്. ഹലോ, ജന്മന മുതൽ ബൈബിൾ വാക്യങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ട് മറ്റുള്ളവർ ഗുണപ്പെടുകയില്ല. ജന്മന മുതൽ ഈ സമയം വരെ കുറെ നേരം പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപവസിച്ചതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വെളിച്ചം വീശണമെന്നില്ല. നാം സമയം ചെലവഴിക്കുന്നത് ദൈവത്തിന്റെ നീതി നിവർത്തീകരിക്കാൻ വേണ്ടിയായിരിക്കട്ടെ. നമ്മുടെ ആത്മാവിന്റെ ദാഹം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും അല്ല, ദൈവത്തിന് വേണ്ടി ഞാനിതാ സമർപ്പിതനായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്, ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണ്, ഓരോ സമയത്തിനും വിലപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് മടിയന്മാരാകാതെ, അലസന്മാരാകാതെ, എപ്പോഴും ന്യൂസ് പേപ്പറിന്റെ മുമ്പിൽ നിൽക്കാതെ, എപ്പോഴും മൊബൈലിനകത്ത് അതിന്റെ ആസക്തിയിലേക്ക് പോകാതെ, ദിവ്യാഗ്രഹത്തിന്റെ ഉള്ള ആസക്തിയിലേക്ക് പോകാതെ സ്വതന്ത്രരാകൂ പ്രിയരെ. അടിമനുഖത്തിൽ നിന്ന് പുറത്തു വരൂ പ്രിയരെ. ഒരു ദിവസമേ ജീവിക്കുന്നുള്ളെങ്കിലും അത് ദൈവത്തിന്റെ നീതി നിവർത്തീകരിക്കണം. ക്രിസ്ത്യാനികൾ ഉപ്പും വെളിച്ചമുള്ളവനായി മാറണം. യേശു പറയുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അത് ചവിട്ടി അരച്ചങ്ങ് ശരിയാക്കണമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം കാരം കയറി പിടിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് സുബോധമുള്ളവനായി മാറാം. ഹല്ലേലൂയ. ഞാൻ എന്ന ഭാവം എടുത്തു മാറ്റാം. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നിൽ ഒരു വിശുദ്ധ വിശപ്പ് ഉണർത്തണമേ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, എന്നിൽ ഒരു വിശുദ്ധ വിശപ്പ് ഉണർത്തണമേ. നിന്റെ ഇഷ്ടത്തിനും നിന്റെ വഴികൾക്കും നിന്റെ ഹൃദയത്തിനും വേണ്ടിയുള്ള ഒരു ദാഹം എന്നിൽ ഉണ്ടാകണമേ. എന്റെ വ്യാജ ആഗ്രഹങ്ങളെയൊക്കെ നീ ഒന്ന് ദൂരീകരിക്കണമേ. നീ ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിക്കട്ടെ. ദൈവമേ, നീ എന്ത് ആഗ്രഹിക്കുന്നു അത് എന്നിൽ സംഭവിക്കട്ടെ. രക്തസാക്ഷിയാകണമോ? ഞാൻ തയ്യാറാണ്. ദൈവത്തിനു വേണ്ടി അടികൊള്ളണമോ? ഞാൻ തയ്യാറാണ്. ദൈവത്തിനു വേണ്ടി ഞാൻ ഒറ്റപ്പെടണമോ? ഞാൻ തയ്യാറാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. യഥാർത്ഥ ആത്മീകൻ ഹല്ലേലൂയ ആത്മീയമായി ദാരിദ്ര്യമുള്ളവനാണ്. യഥാർത്ഥ ആത്മീകൻ ആരോടും അവൻ തുറന്നു പറയാതെ വേദന സഹിക്കുന്നവനാണ്. അവൻ നിന്നെ ഏറ്റുവാങ്ങുന്നവനാണ്. അവൻ കണ്ണുനീർ ഒഴുക്കുന്നവനാണ്. അവൻ ഒരിക്കലും സാമ്പത്തികത്തിന് വേണ്ടി ആഗ്രഹം ഉള്ളവനായി മാറത്തില്ല. അവൻ ഒരിക്കലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമുള്ളവനായി മാറത്തില്ല. ഈ ലോകത്തിലെ സമ്പത്തും ആയുസ്സും ആരോഗ്യം ക്ഷണം നേരത്തേക്കുള്ളൂ എന്നൊരു തിരിച്ചറിവിടെ ഉണ്ടാകുകയാണ്. യെശയ്യാ പുസ്തകം 58-ാം അധ്യായം 11-ാം വചനം എന്താണ് പ്രിയരെ പറയുന്നത്? യഹോവ നിന്നെ എപ്പോഴും നടത്തുമെന്നാണ്. വരണ്ട ദേശത്തും അവൻ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റാത്ത നീരുറവ് പോലെയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്താലുള്ള സന്തോഷത്തിൽ അവൻ ജീവിക്കും. കഷ്ടത വരുമ്പോൾ അവൻ പാടും, അവൻ രോഗം വരുമ്പോഴും പാടും, നിന്ദകൾ വരുമ്പോഴും അവൻ തുള്ളിച്ചാടും.
അവൻ തുള്ളിച്ചാടുന്നതിനും പാടുന്നതിനും ആരാധിക്കുന്നതിനും അവന്റെ കത്തതയുടെയും നിന്ദയുടെയും വേദനയുടെ നടുവിലാണ്. എന്നാൽ ലോകമനുഷ്യൻ തുള്ളിച്ചാടുന്നത് അവനിലുള്ള സമ്പത്തിലാണ് അവൻ തുള്ളിച്ചാടുന്നത്, അവനിലുള്ള കുടുംബത്തിന്റെ മഹത്വത്തിലാണ് അവൻ തുള്ളിച്ചാടുന്നത്, അവന്റെ സമ്പത്തിലും ജോലിയിലും അവൻ അറിവിലുമാണ് അവൻ തുള്ളിച്ചാടുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ ഒരു ആത്മീക തുള്ളിച്ചാടുന്നത് അവന് നേരിടുന്ന നിന്ന വരുമ്പോഴാണ്. യഥാർത്ഥ ആത്മീക ആനന്ദിക്കുന്നത്, പാട്ടുപാടുന്നത് കത്തതയും രോഗം വരുമ്പോഴാണ്. വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി ദാഹിക്കുവി, നീതിക്ക് വേണ്ടി വിശക്കുവി. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തൃപ്തരാകുക. ഹല്ലേലൂയ. അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ ആത്മീയ വിശപ്പ് എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ ചെറിയ ഡയറിയിൽ ഒന്ന് എഴുതാമോ? അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ ആത്മീയ വിശപ്പ് എന്താണെന്ന് നിങ്ങളുടെ ഡയറിയിൽ ഒന്ന് എഴുതിക്കേ. എത്ര പേർ ജയിലിനകത്ത് കിടക്കുന്നു, എത്ര പേർ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, എത്ര പേർക്ക് വീടില്ലാതെ കിടക്കുന്നു, എത്ര പേർക്ക് മാതാവില്ല പിതാവില്ല, എത്ര പേർക്ക് കുഞ്ഞുങ്ങള് ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്ക് മാതാവില്ല പിതാവില്ലാതെ കഴിയുന്നു, എത്ര അനാഥർ, എത്ര വിധവമാർ. ആത്മീയ വിശപ്പ് എന്തുമാത്രമുണ്ട് ആത്മീയനെന്ന് തിരിച്ചറിയാമോ? ഹല്ലേലൂയ. ആത്മീയ വിശപ്പുള്ളവൻ രാത്രി കിടന്ന് ഉറങ്ങത്തില്ല. ആത്മീയ വിശപ്പുള്ളവൻ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആത്മീയ വിശപ്പുള്ളവൻ എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചു കൊണ്ടിരിക്കും. രാപ്പകലവൻ കണ്ണീരോട് വിലാപത്തോട് ആത്മാവിൽ ദരിദ്രനായി ആത്മീയ വിശപ്പുള്ളവനായി അവൻ മുന്നോട്ട് വരും. നീതിക്ക് വേണ്ടി വിശക്കുന്നവ, നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പ, അത് ദൈവത്തിന്റെ ഹൃദയത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. എല്ലാവരും ചേർന്ന് എന്നോടൊപ്പം പറഞ്ഞാട്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് പറഞ്ഞാലേ ആ പറയുന്ന പദത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. നീതിക്ക് വേണ്ടിയുള്ള വിശപ്പ്, ദൈവത്തിന്റെ ഹൃദയത്തിന് വേണ്ടിയുള്ള വിശപ്പാണ്. ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട് ഈ മുഴുവൻ രാജ്യത്തെ മുഴുവൻ ലോകത്തെ സുവിശേഷീകരിക്കാം. പക്ഷെ ദൈവം നമ്മളെയാണ് ഉപയോഗിക്കേണ്ടത്, ദൈവം നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം ഇല്ലാത്തവനെയും വിദ്യാഭ്യാസമുള്ളവനെയും സമ്പന്നന്മാരെയും സമ്പന്ന ഇല്ലാത്തവരെയാണ് ദൈവത്തിന് ആവശ്യം. സൗന്ദര്യമുള്ളവനെയും സൗന്ദര്യമില്ലാത്തവനെയും ദൈവത്തിന് ആവശ്യം. ഏത് ജാതിയിൽ പിറന്നവരായിക്കോട്ടെ, ദൈവത്തിന് ആവശ്യം മനുഷ്യൻ എന്ന വർഗത്തെയാണ് ആവശ്യം. മനുഷ്യൻ എന്ന വർഗത്തിലൂടെ ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണം. അതുകൊണ്ട് യേശു വിളിച്ചു പറയുന്നു, നീതിക്ക് വേണ്ടി ഒരു വിശപ്പുണ്ടാകണം. ഞാനിവിടെ കസേരയിൽ ഇരുന്നാ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ ഒരു ദിവസമേ ഉള്ളെങ്കിലും സത്യം വിളിച്ചു പറയണം എന്നുള്ള ഒരു ചിന്തയാണ്. നിങ്ങൾ അങ്ങ് പല രാജ്യത്താണെങ്കിൽ പോലും ഈ ഇവിടെ നിൽക്കുന്ന ശബ്ദം അങ്ങ് എല്ലാ രാജ്യത്തും എത്തും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. അസാധ്യമാണ്. പക്ഷെ ഈ ഓൺലൈൻ മീറ്റിംഗിലൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്, നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പ, ദൈവത്തിന്റെ ഹൃദയത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പാണ്. എന്റെ അപ്പന്റെ ആഗ്രഹം സാധിക്കണം, എന്റെ അപ്പന്റെ ആഗ്രഹം സാധിക്കണം. എന്റെ അപ്പൻ എനിക്കൊരു നിന്ന ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ നിന്ന സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ അപ്പൻ ഹല്ലേലൂയ രക്തസാക്ഷ്യം വഹിക്കാൻ ഒരാഗ്രഹം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് സാധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീതിക്ക് വേണ്ടി വിശക്കണം, സത്യത്തിന് വേണ്ടി വിശക്കണം, ധാർമ്മികത വെളിപ്പെടണം, ദൈവ സ്വഭാവം വെളിപ്പെടണം. ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ആരാന്നറിയാമോ? ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയുമോ? ഇന്ന് ഏറ്റവും കൂടുതൽ പോസ്ക് പറയുന്നവർ ആരാണെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയുമോ? ഇന്ന് ഏറ്റവും കൂടുതൽ ബ്ലേഡ് ബിസിനസ് നടത്തുന്നവർ ആരാന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയുമോ? ഏറ്റവും കൂടുതൽ മദ്യപാനം അഥവാ മദ്യം സേവിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയുമോ? ഏറ്റവും കൂടുതൽ ദൈവാഗ്രഹികൾ ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയുമോ? നിങ്ങളുടെ നീതി എന്ന് പറയുന്നത് ഈ ലോകത്തിന് വേണ്ടിയുള്ള നീതിയല്ലയോ? നിങ്ങളുടെ ആഗ്രഹവും താല്പര്യം എന്ന് പറയുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ലയോ? ഈ ലോകത്തിൽ നിങ്ങൾ എത്ര നാൾ ജീവിക്കും? ഇന്നല്ല നാളെ ഞാനും നിങ്ങളും മരണമെന്ന സത്യത്തെ വരവേൽക്കേണ്ടതല്ലയോ? മരണമെന്നുള്ള സത്യത്തെ വരവേൽക്കേണ്ടതല്ലയോ? എന്നാൽ യേശു ക്രിസ്തു പറയുന്നു, മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വരുന്നത് നിത്യജീവൻ നൽകാനാണ്. അനേകർ യേശു കർത്താവിന്റെ പുറകെ അന്വേഷിക്കുക ആഹാരത്തിന് വേണ്ടി. ഹല്ലേലൂയ. എന്റെ പിന്നാലെ വരുന്നവരെ, നിങ്ങൾ ഭൂമിയിലെ ആഹാരം കൊണ്ട് തൃപ്തരാകുന്നു. ഞാനോ നിങ്ങൾക്ക് നൽകുന്ന ആഹാരം നിത്യജീവന്റെ ആഹാരമാണ്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ
യേശുവിന്റെ നാമത്തിൽ നിത്യജീവന്റെ ആഹാരത്തിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു? ദൈവത്തിന്റെ സത്യം വെളിപ്പെടുവാൻ, ധാർമ്മികത വെളിപ്പെടുവാൻ, സ്വഭാവം വെളിപ്പെടുവാൻ, നീതി വെളിപ്പെടുവാൻ എത്ര പേർക്ക് വിശപ്പുണ്ട്? ഓരോ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആരോഗ്യമുള്ളവൻ പുറത്തു വരണം, വിദ്യാഭ്യാസമുള്ളവൻ പുറത്തു വരണം, ദൈവിക അറിവും ജ്ഞാനമുള്ളവൻ പുറത്തു വരണം, സമൂഹത്തിലേക്ക് കടന്നു വരൂ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. സമയം സുസ്ഥിരായി ചില ചിന്തകൾ മാത്രമേ പങ്കുവയ്ക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നീതിക്ക് വേണ്ടിയുള്ള ഒരു വിശപ്പ്. യേശു സ്വർഗരാജ്യത്തിന്റെ സന്ദേശം വിളിച്ചു പറയുകയാണ്. പ്രഭാഷണത്തിൽ യേശു വിളിച്ചു പറയുകയാണ്, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, നീതിക്ക് വേണ്ടി വിശക്കുന്നവർ എന്താണ്? ഭാഗ്യവാന്മാർ. ഹാലിൽ അവർ തൃപ്തരാകും. സ്വർഗീയ നീതി നിവർത്തീകരിക്കപ്പെടണം. ദൈവത്തിന്റെ ഹൃദയത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ് ഇവിടെ ഉണ്ടാകണം. ആത്മീയമായ ഒരു വിശപ്പ്, ആത്മീയമായ ഒരു ദാഹം. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ.